അജിംസ്, ഈ അടുത്തിടെ ഞാനും 1-2 സിനിമകളൊക്കെ കണ്ടു. അതിൽ സ്റ്റാർട്ട് ടു എൻഡ് വയലൻസും ചോരക്കളിയും തലവെട്ടലും തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിനിടയിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടാക്കും? ദിവ്യ കണ്ട സിനിമ മാർക്കോയാണോ? മാർക്കോയും കണ്ടു, റൈഫിൾ ക്ലബ്ബ് കണ്ടു, പണി കണ്ടു, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു. യെസ്, റാവുവിന് വിരുദ്ധ അഭിപ്രായമുണ്ടോ? ഈ ചെവി കടിച്ച് പറിക്കുന്നതും മറ്റേ കട്ടർ ഉപയോഗിച്ച് തലയും കാലും ഒക്കെ വെട്ടിമാറ്റുന്നതും അതുപോലെയുള്ള അക്രമങ്ങൾ, അത്തരത്തിലുള്ള സീനുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? സിനിമ കാണുക, പുസ്തകം വായിക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമാണ്, ഓരോതരം ടേസ്റ്റാണ്. സിനിമയ്ക്ക് എല്ലാവർക്കും കൂടി ഒരു അനുഭവമില്ല, ഓരോരുത്തർക്കും സിനിമ ഓരോ അനുഭവമാണ്. ഞാൻ പൊതുവെ വയലൻസ് ഉള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ചില സിനിമകൾ കണ്ടാൽ അതിലെ വയലൻസിൽ ഞാൻ കുടുങ്ങിയിട്ട് നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് വയലൻസിനെ ഒരു ഹീറോയ്ക്കാക്കുക എന്ന് പറയുന്നത് പരമാവധിയിൽ കാണിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ഇപ്പോൾ നമ്മൾ ജയിലർ സിനിമ എടുത്താൽ അതിൽ വില്ലൻ ആളുകളെ കൊല്ലുന്നത് ആസിഡ് വീപ്പയ്ക്കകത്തിട്ടാണ്, ഇട്ടിട്ട് അങ്ങനെ പിടയ്ക്കുന്നത് കാണിക്കും. അല്ലെങ്കിൽ വിക്രം സിനിമയുടെ അവസാനം വരുന്ന സൂര്യയുടെ ക്യാരക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരാളെ വിളിച്ച് മുന്നിൽ നിർത്തി തലവെട്ടി ഇയാളുടെ ചോര തെറിക്കുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തെ വലിയതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്ക് അത് കാണാൻ പ്രയാസമുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ ദുർബല ഹൃദയനായതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര അതിനെ വലിയ ഹീറോയ്ക്കായി കണ്ടിരിക്കുക, അതിൽ നമ്മുടെ അഡ്രിനാൽ തിളക്കിയ ഈ പരിപാടി എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി വയലൻസ് ഉള്ള സിനിമകൾ കാണില്ല. മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും. ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയിപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ടില്ല എന്ന്. വെച്ചാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഇത്രയും ബ്ലഡ് ഉപയോഗിച്ചൊരു സിനിമ മലയാള സിനിമയിലും, ഈ എന്താ പറയുക, കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമ ഇല്ല. അങ്ങനെ പലതരത്തിൽ കഥയെക്കുറിച്ചല്ല, അഭിനയ മികവിനെക്കുറിച്ചല്ല, അല്ലെങ്കിൽ പുതിയൊരു പരീക്ഷണ രീതിയെക്കുറിച്ചല്ല, ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രചാരണ വഴികളിൽ അവർ ഉപയോഗിച്ച മാർഗ്ഗം. ഞാൻ ഈ മാർക്കോയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, ഈ സമീപകാലത്തെ സിനിമകൾ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബിംഗ് ആണ്. ഇത് കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ വയലൻസിനെ ഇങ്ങനെ നമ്മളതിൻ്റെ പീക്കിലെത്തിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞ പോലെ പഠനങ്ങളുണ്ടാവും. പക്ഷേ ആളുകളുടെ വയലൻസിൻ്റെ ഒരു പരമാവധി കണ്ട് അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരും ഉണ്ടാവാം. പക്ഷേ ഇത് നോക്കൂ, ഈ സിനിമ ഇപ്പോൾ അവസാനത്തെ സിനിമ മാർക്കോ, ആ സിനിമ വയലൻസാണ് പരമാവധി. വയലൻസിന് എന്ത് ചെയ്യുന്ന എന്താ വീരപരിവേഷം കൊടുക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്യാണ്. എന്ന് മാത്രമല്ല അടുത്ത 2ാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അതുണ്ടാക്കിയ ആൾ. അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ എന്താ പൊതുസ്വീകാര്യതയുള്ളൊരു സംഗതിയാക്കുക, അതിനെ ഹീറോയിക്കാക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കാൻ എനിക്ക് സംശയമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് ഇതാണ്, ഞങ്ങളുടെ സിനിമയിൽ പരമാവധി അക്രമമുണ്ട് എന്ന് മാത്രം പറയുക, വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക, അതൊരു കീ സ്ട്രാറ്റജി ആക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. എൻ്റെ ഇതിലുള്ള അഭിപ്രായം, എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കുക, വയലൻസിനെ, അക്രമത്തെ, ചോരയെ കച്ചവട മാർഗ്ഗമാക്കുന്നത് ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോഴിതാ വിവാദത്തിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ ഗണപതിയായി എത്തുന്ന ഒരു സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്നും മറ്റുമാണ് ആ ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഉണ്ണി മുകുന്ദൻ അങ്ങനെയാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. ഹരീഷ് പേരടി എങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സംഗ്രഹം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സമാജം സ്റ്റാർ എന്താണ് ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന സിനിമയുടെ സംവിധായകനായി മാറുകയാണ്. അപ്പോൾ ആ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും ആളുകൾക്ക്. അപ്പോൾ ഇതിനിയും ഉണ്ടാവും, കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഉള്ളിൽ ഈ ഒരു ആശയം പേര് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനിയും ആളുകൾ വരാൻ സാധ്യതയാണ്. ഇപ്പോൾ ജയസൂര്യ ഒഴികെ ബാക്കി എല്ലാവരും അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ്. അനുശ്രീ ആകട്ടെ, ഉണ്ണി മുകുന്ദനൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ്. ഞാൻ വിചാരിക്കുന്നത് ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം 40 ലക്ഷം വോട്ടുണ്ട് BJP കേരളത്തിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ സമാജം സ്റ്റാറുകളുടെ എണ്ണം വളരെ കുറവാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും ആളുകൾ വന്നേക്കാം. ഇപ്പോൾ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ, അപ്പോൾ ഒരു സിനിമ, ഒരു സാധാരണ സിനിമ, ഒരു പ്രമേയം വരുന്നു, ആ പ്രമേയം എഴുതി ഉണ്ടാക്കുന്നു, അത് സിനിമയാക്കുന്നു, നല്ല പ്രോഡക്റ്റ് ആവുന്നു, സ്വീകരിക്കപ്പെടുന്നു. അങ്ങനെ സാധാരണ മട്ടിൽ സംഭവിച്ച ഒന്നല്ല അതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിഷ്കളങ്കരായ മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണെന്ന്. കാരണം എന്താണ്, അടുത്ത പടം ജയ് ഗണേഷാണ്. ഇനി ഇഷ്ടം പോലെ സാധ്യതകൾ ആ നിലയ്ക്ക് ഹിന്ദു മതവിശ്വാസമായി ഇഷ്ടം പോലെ സാധ്യതകൾ അതാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇനിയിപ്പോൾ ഒരുപാട് കാശ് വരാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, സാധാരണ മട്ടിൽ വന്ന് വിജയിച്ച ഒരു സിനിമയല്ല മാളികപ്പുറം. അതിൻ്റെ എക്സ്റ്റൻഷനെ വരാൻ പോകുന്നതേ ഉള്ളൂ. ജയസൂര്യ നോക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ വലിയ കയ്യടി കിട്ടുന്നു, വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നു, ഒരു പ്രത്യേക വിഭാഗം, ഒരു ബെൽറ്റ് അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടാകുന്നു. ജയസൂര്യ ഈ കഴിഞ്ഞ സമീപ വർഷങ്ങളിലൊന്നും ഒരു വിജയം ഉണ്ടാക്കാത്ത ഒരു സ്റ്റാറാണെന്ന് നമുക്കറിയാം. 2018 ആദ്യം പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയാണ് അവസാനത്തെ ഹിറ്റ്. ബാക്കി ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കംപ്ലീറ്റ് പടം, ഒരു ഡസനോളം പടം ഫ്ലോപ്പാണ്. ജയസൂര്യക്ക് തിരിച്ചു വരണ്ടേ? ജയസൂര്യക്ക് പലതരം മോഹങ്ങളുണ്ടാവില്ലേ? അപ്പോഴാണ് ഉണ്ണി മുകുന്ദൻ ഒറ്റ മാളികപ്പുറം കൊണ്ട് ക്രോഡ്സ് അടിച്ച് പെട്ടെന്നൊരു വിഭാഗം ആളുകളുടെ താരമാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഈ സമാജത്തെക്കുറിച്ച് പറയണം, വിശ്വാസത്തെക്കുറിച്ച് പറയണം.